welcome back to my YouTube channel. So today we are doing a Vishu get ready with me അല്ലെങ്കിൽ വിഷു മേക്കപ്പ് ലുക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ആൻഡ് ഇന്നത്തെ നമ്മുടെ അറ്റയർ എന്ന് പറയുന്നത് വെരി ഡിഫറെൻറ്റ്. ഒരു പാവാട ടോപ്പ് അല്ലെങ്കിൽ സാരി അങ്ങനത്തെ ഒരു മോഡലേ ഇല്ല. പക്ഷെ നമ്മുടെ വിഷുവിനെ ഇടാൻ പറ്റിയിട്ടുള്ള, വിഷുവിന് അത്രയ്ക്ക് മാച്ചായി പോകുന്ന ഒരു ഡ്രസ്സ് കാണണ്ടേ. And this is the attire that I'm going to wear for this makeup look. നാറിയിട്ട് വയ്യ ഗൈസ്, കാരണം കുറേ കാലമായി ഇത് അലമാരക്കകത്തിരിക്കുന്നു. ആൻഡ് ദിസ് ഡ്രസ് ഈസ് വെരി വെരി മാച്ച് ടു ദിസ് മേക്കപ്പ് ലുക്ക്. ഐ തിങ്ക് ഒരു സാരി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഒരു എന്താ പട്ടുപാവാട അങ്ങനത്തെ സാധനങ്ങളിൽ നിന്ന് ഒത്തിരി മാറി നിൽക്കുന്ന ഒരു എന്താ പറയുക സാധനം, ഒരു ടോപ്പ്, നമ്മുടെ ഒരു കുർത്ത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, ദിസ് ഈസ് എ കുർത്ത. ആൻഡ് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് കൽപ്പകയൊക്കെ വന്ന ടൈമിൽ, കുന്നോളം കൽപ്പക വന്ന ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് വിഷുവിനെ പോയിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ പോയതല്ല, വേറെ എന്തോ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങി. എൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ള ഒരു കുർത്തയാണിത് ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു കല്ലുണ്ടായിരുന്നു മഞ്ഞ, അതൊക്കെ പോയി. ആൻഡ് ബാക്കിൽ ഇതല്ല, ഇത് ബാക്കിലാണ് കേട്ടോ വരുന്നത്, മഞ്ഞക്കല്ല് ബാക്കിലാണ്. ആൻഡ് ദിസ് ഈസ് ദ ടോപ്പ്. ഞാൻ വെയർ ചെയ്യാൻ പോകുന്ന ടോപ്പാണിത്. നമ്മുടെ കണിക്കൊന്ന വൈബാണ് ഫുൾ. ഓക്കെ, സോ ലെറ്റ്സ് വെയർ ആൻഡ് ലെറ്റ്സ് ഡു ദ മേക്കപ്പ്. നമ്മൾ ഇട്ടു. ദ റിയൽ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് എന്ന് മാത്രമല്ല, ഇത് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ ബാക്കിലുള്ള ഒരു സാധനം ഇട്ടിട്ടില്ല. ആൻഡ് ചെറിയൊരു ഫിറ്റ് ഉണ്ട്, കാരണം കുറച്ചായി ഇത് തയ്ച്ചിടാം. അന്ന് ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു, എന്നാലും എനിക്കറിയില്ല വൈ ദിസ് ഈസ് സോ ടൈറ്റ് എന്ന്. പക്ഷെ നമ്മളിത് വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ആ ഒരു കട്ടിങ് ഒക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് കാണുന്നില്ലേ ഗൈസ്. സോ നമുക്ക് എന്തായാലും മേക്കപ്പ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങയുടെ മുടി ആദ്യം കെട്ടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടി വെച്ചു. ഫേസൊക്കെ നമ്മൾ വാഷ് ചെയ്തതാണ്, സോ കൂടുതലായിട്ട് ഞാൻ വാഷ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ആൻഡ് ഈ പൊട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ ആൻഡ് ഐ എം സജസ്റ്റിംഗ് ദിസ് മോയ്സ്ചറൈസർ ക്രീം ഫോർ മേക്കപ്പിനൊക്കെ ഇത് ഭയങ്കര, അല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ്, ബട്ട് മേക്കപ്പിനൊക്കെ നല്ല ഒരു മോയ്സ്ചറൈസർ. സോ ലെറ്റ്സ് പുട്ട് സം moisturizer on our face. Okay, അപ്പോൾ ഇത് അന്നൊക്കെ ഭയങ്കര ഈ ഒരു സാധനം ഇട്ടിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ അമ്മയുടെ കൂടെ തൊഴാൻ പോയിട്ട് നമുക്ക് ഊഹിക്കാലോ എന്തായിരിക്കും എന്നുള്ളത്. ഓൾ ഐസ് ഓൺ മീ ബിക്കോസ് കണിക്കൊന്നയുടെ ഒരു അട്രാക്ഷൻ, ഇതൊരു 3D പോലെ നമുക്ക് ഫീൽ ചെയ്യും. റിയൽ പ്രിന്റ് ഓഫ് കണിക്കൊന്ന, അത് നമുക്ക് ഭയങ്കര എന്താ പറയുക കൗതുകം. ആൾക്കാരൊക്കെ വാവ് കണിക്കൊന്ന പോകുന്നു എന്നുള്ള ഒരിതിൽ നോക്കും. ഇപ്രാവശ്യം ഞാനത് ഇടുന്നില്ല. ഇപ്രാവശ്യം നമ്മൾ വേറെ സെറ്റ് മുണ്ടാണ് വെയർ ചെയ്യാൻ പോകുന്നത് അമ്പലത്തിൽ. ബട്ട് ആഫ്റ്റർ ദാറ്റ് മേ ബി ഞാൻ ഇതൊന്ന് വെയർ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുമായിരിക്കാം, ഐ ഡോണ്ട് നോ. സോ നമുക്ക് ആദ്യം തന്നെ മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് സെറ്റ് ആവട്ടെ. കഴുത്തിനും കൂടി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രൈമർ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് പ്രൈമർ ഇല്ല, നമ്മുടെ കയ്യിൽ പ്രൈമർ ഇല്ല. നമ്മൾ ആദ്യം തന്നെ ഇടാൻ പോകുന്നത് സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക കൺസീലർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൺസീലർ കഴിയാനായി, പക്ഷെ ഇതെൻ്റെ ഫേവറേറ്റ് കൺസീലറാണ്. നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ മിനിമലായിട്ടാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഇടണം. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറവാണ്. ബട്ട് പീരീഡ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു അതിഥിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ദിസ് ഈസ് എ പിമ്പിൾ. 2 ദിവസം മുന്നേ വന്ന സാധനമാണത്, ഇല്ലാത്തൊരു തൊല്ലാപ്പ് തന്നെ. അതുപോലെ ഇവിടെ കുഴപ്പമില്ല, നമ്മളത് സഹിച്ചു, എന്തെല്ലാവട്ടെ.
ഓക്കെ, നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫേസിൽ നമുക്ക് വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്? നല്ല കോലമായിട്ടില്ലേ? ആൻഡ് നമ്മൾ മറന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്പഞ്ച് കഴുകിയിട്ട് വരണം. കഴുകുന്നതിനേക്കാൾ മുന്നേ കഴുകി വരുമ്പോഴത്തേനും ഇത് ഉണങ്ങുമെന്ന് അറിയില്ല. നമുക്ക് സാരമില്ല, നമുക്ക് നോക്കാം. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബ്ലെൻഡ് ലൈക്ക് ദിസ്. നല്ലൊരു സ്പഞ്ചാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു ബ്രഷ് ആയാലും മതി. ഇത് നല്ലൊരു കൺസീലറാണ് കേട്ടോ, നല്ല കവറേജ് തരുന്ന നല്ല കൺസീലറാണ്. ഞാനിതിൻ്റെ മേക്കപ്പിൻ്റെ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഇസ് എ ഗുഡ് കൺസീലർ. പെട്ടെന്ന് നല്ല കവറേജും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കൺസീലറാണ്. പക്ഷെ ഞാൻ അടുത്ത പ്രാവശ്യം വാങ്ങിക്കാൻ പോകുന്ന കൺസീലർ ഇതല്ല. നമ്മൾ മേടിക്കാൻ പോകുന്ന കൺസീലർ വേറെയാണ്. നല്ലൊരു കൺസീലർ വാങ്ങും ഞാൻ. മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മൾ വളരെ സട്ടിലായിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് കുറേ വാരിപ്പൊത്തുന്നതിനേക്കാൾ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ളൊരു സാധനം എന്താണെന്നറിയോ? വെരി സട്ടിൽ, വെരി ന്യൂഡായിട്ടുള്ള മേക്കപ്പിനാണ് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ്. ഇതിട്ട് കൊടുത്തു. കുറച്ച് മുന്നത്തേനേക്കാളും ഒരു ചേഞ്ച് തോന്നുന്നില്ലേ? ഐ തിങ്ക് ചേഞ്ച് ഉണ്ട്, അങ്ങനെ പറയാം നമുക്ക്. മേക്കപ്പ് അധികം കാണുന്നില്ല എങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ സട്ടിൽ മേക്കപ്പ്. ഫൗണ്ടേഷൻ്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ബിക്കോസ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ടിന് പോകുമ്പോൾ ഇതിന് തോണ്ടിയിട്ട് ഞാനിങ്ങനെ കയ്യിൽ വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇട്ടത്. സോ ലെറ്റ്സ് സീ ഹൗ ടു ബ്ലെൻഡ് ഓൺ അവർ ഹാൻഡ്. കുറച്ചെടുക്കാം. നല്ല അതിൻ്റെ മുടി അങ്ങോട്ട് പോയി. നല്ലൊരു ഫൗണ്ടേഷനാണ്. ഇങ്ങനെ ഒരു കട്ടെടുക്കുക. ലുക്ക്, ഇങ്ങനത്തെ ഒരു പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അതിനെ ഇങ്ങനെ 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 റൗണ്ട് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് അപ്പോൾ നമുക്ക് ആ ഒരു കൈയിൻ്റെ ആ ഒരു ഇതിൽ മെൽറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ ഇതിൽ നമുക്ക് നമ്മുടെ കൺസീലർ ഒന്ന് എന്താ പറയുക, ഇങ്ങനെ കൺസീലറും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ ഗുഡ്. ഞാനത് ആദ്യമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ, കണ്ടാൽ തോന്നില്ലല്ലോ. ഓക്കെ, ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പോർഷൻ ഇങ്ങനെ നമ്മളെ കയ്യിലെടുക്കുക. എന്നിട്ട് ഡോട്ട് ഡോട്ട് ഡോട്ട്, ഓക്കെ, ലൈറ്റ് ഡോട്ട്സ് ആയിട്ട് ഇതൊന്ന് ഫേസിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഒരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് മൈ വീഡിയോ ആസ് എ ബിഗിനർ മേക്കപ്പ്. മനസ്സിലായില്ലേ? സാധനം എന്താ ഉദ്ദേശം മനസ്സിലായി? നിങ്ങളൊരു ബിഗിനർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു മേക്കപ്പ് ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതും വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ച് മാത്രം നിങ്ങൾക്കിത് യൂസ് ചെയ്യാം, ചെയ്ത് നോക്കാം. എൻ്റെ സെറ്റിംഗ് സ്പ്രേ ഇവിടെ കാണാനില്ല, എടുക്കാൻ വരും. ഇനി അതെടുക്കാൻ വേണ്ടി പോകണ്ടേ? ഇറക്കം ഒതുക്കി വെച്ചിട്ട് ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ് ഹാസ് ഫിനിഷ്ഡ്. ഇനി നമ്മൾ ഫേസിൽ അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു ഡു ദ ഐ മേക്കപ്പ്. സോ ഐ മേക്കപ്പിന് എനിക്ക് വലിയ അറിവില്ല. എങ്ങനെ ഐ മേക്കപ്പ് പ്രോപ്പറായിട്ട് ചെയ്യാമെന്നുള്ള വലിയ അറിവൊന്നും ഇല്ല എനിക്ക്. ബട്ട് ഐ എം ട്രൈയിങ് മൈ സെൽഫ്. സോ നമുക്കിതിൽ ഏത് കളർ എടുക്കാം? ഐ എം സോ കൺഫ്യൂസ്ഡ്. ഇനിയും ഉണ്ട് കേട്ടോ ഒരു ഐ ഷാഡോ പാലറ്റും കൂടി. ആൻഡ് ഐ തിങ്ക് ഞാൻ ബേസായിട്ട് ഈ ഒരു ഷെയ്ഡ് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി എന്താ ചെയ്യേണ്ടത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. സോ നമുക്ക് ഈ ഒരു കളർ ഇങ്ങനെ എടുക്കാം, കണ്ണിലിങ്ങനെ കണ്ടോ ബേസായിട്ട് ഇട്ട് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം വലിയ ഉപകാരമില്ല കേട്ടോ. ഞാനിത് പുതിയതായിട്ട് കുറച്ചായിട്ടുള്ളൂ വാങ്ങിയിട്ട് ഈ ഒരു സാധനം. ഓക്കെ, കുഴപ്പമില്ല, കണ്ടോ ബേസായിട്ട് കണ്ണിൻ്റെ മുകളിലൊരു
നമ്മൾ വേറെ ഏതെങ്കിലും ഷെയ്ഡ് യൂസ് ചെയ്യുകയാണെങ്കിലും അതിനൊരു എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്തത്. അതാണ് ഇതിൻ്റെ പിന്നാമ്പുറ സത്യം എന്ന് പറയുന്നത്. ഹൗ ഇസ് ഇറ്റ്? ഓക്കെ, വാട്ടെവർ. നമുക്ക് ഇനി അടുത്ത ഐഷാഡോ പാലറ്റ് എടുക്കാം. ഞാൻ കൈ വെച്ചിട്ട് അടുത്ത ഐഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ കൈ വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കണ്ണിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയും ഗ്ലിറ്റർ ഷെയ്ഡ്സാണ് എൻ്റെ ഉള്ളത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഇട്ടിട്ട് നമ്മൾ ഐലൈനർ ഇടില്ലേ, ഐലൈനറിൻ്റെ മുകളിലേക്ക് ഇത് സ്മഡ്ജ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. എന്നാലും ഇറ്റ്സ് ഓക്കെ. ഐ എം ഗോയിങ് ടു പുട്ട് ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് നമുക്ക് എടുക്കാം. കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. യാ, ഗുഡ് ബ്രൗൺ കളർ. ഈ പിങ്ക് കളറൊക്കെ കണ്ണിൻ്റെ മുകളിൽ ഇടുന്നതൊക്കെ നമ്മൾ പണ്ടല്ലേ ഇടാറ്. ഇങ്ങനെ ഇപ്പോഴൊന്നും ആൾക്കാർ ഇങ്ങനെ സട്ടിലായിട്ടുള്ള മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് എവറിബഡി ഈസ് പുട്ടിങ് ദിസ് ഷിമ്മേഴ്സ് ഓൺ ഐസ്. കണ്ടോ എപ്പടി? നമുക്ക് ഇന്നർ ഐയിൽ ഒരു ലൈറ്റ് ഷിമ്മർ ഇട്ട് കൊടുക്കാം. ലൈക്ക് ഈ ഒരു കളർ ഷിമ്മർ. എന്തത് കുളമായിട്ടുണ്ടെങ്കിൽ കുളമായിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണലായിട്ട് അറിയിച്ചാലും എനിക്ക് വിഷയമൊന്നുമില്ല, വിഷമമില്ല. എങ്ങനെ അറിയിച്ചാലും വിഷമമില്ല. ഓക്കെ, ലുക്ക്. ഈ ഒരു ടൈപ്പ് സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടാൻ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഐ തിങ്ക് ഇറ്റ് ഈസ് ഗുഡ് ഓൺ മൈ ഐസ്. ഈ ഒരു എഫക്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതേ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് അടുത്ത കണ്ണിൽ ഇടുക കേട്ടോ, മറക്കരുത്. മേക്കപ്പ് ഞാൻ ഈ ഒരു തരത്തിലാക്കിയിട്ടുണ്ട്. എന്തായി എന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ പിരികത്തിൽ ഞാനൊന്നും ചെയ്യാറില്ല. കാരണം എന്താണെന്നറിയോ? പിരികം ത്രെഡ് ചെയ്യൽ കുറവാണ്. നമ്മൾ പിരികത്തുമ്പോൾ ഒന്നും ചെയ്യാറില്ല. കാരണം എന്താണെന്ന് പറയുക, പിരികം കണ്ടില്ലേ ഈ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിരികം എനിക്കിപ്പോൾ ത്രെഡ് ചെയ്യാൻ പോകാനും നമ്മൾ നേരം കിട്ടാറില്ല, പിന്നെ പോകാനുള്ള മടി, പിന്നെ അതിന് ആ ത്രെഡ് ചെയ്യാന്നുള്ള ആ ഒരു എന്താ പറയുക ത്വര കഴിഞ്ഞു. ആദ്യമായിരുന്നു ത്രെഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ത്രെഡ് ചെയ്യണം എന്നെക്കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ ഡോണ്ട് വോണ്ട് ടു ത്രെഡ് മൈ ഐബ്രോസ്. എനിക്ക് ത്രെഡ് ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവും ഇപ്പം ഇല്ല. ഓക്കെ, അതാണ് സംഭവം. ഇനി നമുക്ക് ലിപ്പ് ലൈനർ വരച്ചു കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹുദ ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. നല്ല ഡാർക്ക് ഷെയ്ഡാണ്. അപ്പം ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു സാധനം എന്താ പറയുക, എൻ്റെ ചുണ്ടും ഒരു കാക്കാപ്പുള്ളി വന്നിരിക്കുന്നു. ഐ എം സോ ഹാപ്പി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ എവിടെ നേരം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാക്കാപ്പുള്ളി വരുന്ന ആൾക്കാർ? പക്ഷെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഞാൻ എടുത്ത് വെച്ചതാ. ഇനി നമുക്ക് കണ്ണ് ഒന്ന് എഴുതാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വെറൈറ്റിക്ക് കണ്ണൊന്ന് സ്മോക്കി ഐസ് പോലെ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എങ്ങനെ ആക്കാമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ കണ്ണൊന്ന് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആക്കാൻ പറ്റുകയെന്ന് നോക്കി നോക്കട്ടെ. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദിസ്. കണ്ണിൻ്റെ അടിയിൽ ആദ്യം എഴുതാണ്. ഞാൻ യൂസ് ചെയ്യണത് ജെൽ ഐലൈനറാണ് കേട്ടോ. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജെൽ ഐലൈനർ എങ്ങനെ എഴുതാമെന്നൊരു വീഡിയോ ചെയ്യുമോ എന്ന്.
പേഴ്സണലി ചോദിച്ച ആൾക്കാരുണ്ട്, മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട്. ബട്ട് ഐ വിൽ ഡു ആസ് സൂൺ ആസ് പോസിബിൾ ചെയ്യാട്ടോ, അത് വിഷമിക്കണ്ട. നമ്മളിങ്ങനെ ഒന്ന് എഴുതി ഒരു ലിറ്റിൽ ബിറ്റ് നമുക്ക് മുകളിൽ എഴുതി കൊടുക്കാം, കുറച്ച് മാത്രം. കാരണം എഴുതിയിട്ടുണ്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, തോന്നാൻ വേണ്ടി മാത്രം. യെസ്, ഐ ഹാവ് ഡൺ. കണ്ടോ, ഞാൻ ഒന്ന് ഏകദേശം അതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയിലത്തെ മാത്രം ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യണ പോലെ എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഈ കണ്ണ് എഴുതിയിട്ട് വരാം. നമ്മൾ 2 കണ്ണും എഴുതി കഴിഞ്ഞു. എന്തോ വലിയ കാര്യമായിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ബട്ട് ഹവെവർ ഐ ഹാവ് ഡൺ ദിസ്. കണ്ടില്ല, നമ്മളിങ്ങനെയാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ ബ്ലഷ്, അതുപോലെ കോണ്ടോർ, അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പോവാണ്. അതെ, സ്റ്റിക്ക് ഉണ്ട് നമുക്ക് കോണ്ടോർ ചെയ്യാനായിട്ട്. സോ ലൈറ്റായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഈ ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ 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 ഇട്ട് കൊടുക്കുക. കോണ്ടോർ ചെയ്യേണ്ട എഫക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക, കോണ്ടോർ ചെയ്യാൻ നമ്മളെ ചീക്സിൽ കോണ്ടോർ ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ എം ഗോയിങ് ടു ഡ്രോ ലൈക്ക് ദിസ് ഓൺ മൈ നോസ്. ഇങ്ങനെ വരച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ കോണ്ടോർ ചെയ്യുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കണം. ബ്ലഷും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ ബ്ലഷ് എടുത്തു, ലൈക്ക് അതുപോലെ തന്നെ ഒരു ഇങ്ങനെ കണ്ടില്ലേ, അതിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പൗഡർ ബ്ലഷും യൂസ് ചെയ്യാറുണ്ട് ഞാൻ, ഇതും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്രാവശ്യം ഇത് ഇട്ട് നോക്കുകയാണ് എങ്ങനെയുണ്ട്, നമുക്കത് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം ഡൂയിങ് ദിസ് ഹാക്ക്. നമുക്ക് എന്തായാലും ഇത് ബ്ലെൻഡ് ചെയ്യാം. ഗൈസ്, റെഡി ആയിട്ടോ. നമ്മൾ ഈ എന്താ പറയുക, കോണ്ടോർ അടിയിലേക്ക് ബ്ലെൻഡ് ചെയ്യുക, ബ്ലഷ് ഈ സൈഡ് നമ്മൾ അങ്ങോട്ട് മേലേക്ക് ബ്ലെൻഡ് ചെയ്യുക. അതാണ് സംഭവം. ചേഞ്ച് മനസ്സിലായില്ല. അപ്പം അതുപോലെ തന്നെ ബ്ലഷ് മേലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇത് കോണ്ടോർ താഴത്തേക്ക് ബ്ലെൻഡ് ചെയ്യുക. വൗ, നൈസ് ഗൈസ്, റെഡിയാണ് കേട്ടോ സംഭവം. ആ ഹാക്ക് കൊള്ളാം. ഇങ്ങനെയൊക്കെ തന്നെ ഓരോന്ന് പഠിക്കുക. നമ്മൾ ഈ ഒരു സാധനം ഇങ്ങനെ ഇവിടെ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ശരി, ഇനി കുറച്ച് ബ്ലഷ് എടുത്ത് നമ്മൾ ചീക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചീക്കിലും മൂക്കിലും കുറച്ച്, വളരെ ലിറ്റിൽ ബിറ്റ് എടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ എടുത്തത് കുറച്ച് കൂടി പോയി. ബ്യൂട്ടിഫുൾ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ്, ഈ ഒരു ബ്രഷ് എടുക്കുന്നു, ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മേലേക്കാക്കുക. അതായത് ഈ ഒരു പോർഷൻ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇവിടുത്തെ ഡാബ് ചെയ്ത് കൊടുക്കാനാണ്. ഇങ്ങനെ ചെയ്യും. മനസ്സിലായോ സംഭവം? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ കുറച്ച് ഹൈലൈറ്റർ നമ്മുടെ നെറ്റിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ദ മെയിൻ തിങ്, ഹൈലൈറ്റർ നമ്മൾ അപ്ലൈ ചെയ്യണം. ഹൈലൈറ്റർക്ക് അത് നാശമായി കേട്ടോ, ഇതൊന്ന് പൊടിഞ്ഞു പോയായിരുന്നു. ഹൈലൈറ്റർ ഞാൻ കയ്യിലെടുത്തിട്ട് മൂക്കിൻ്റെ നടുക്കിലിങ്ങനെ
ഞങ്ങൾ ചീക്കിലും കൂടി ഞങ്ങള് കവിളില്ല. നമുക്ക് ലിപ് മേക്കപ്പ് ചെയ്യാം. ലിപ്പിൽ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് ന്യൂഡ് ഷെയ്ഡ്. ഈ ഒരു ന്യൂഡ് ഷെയ്ഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കഴിഞ്ഞു. പക്ഷെ അത് ഇന്നർ ലിപ്സിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഒരു ഡാർക്ക് കളർ എന്താ പറയുക, നമ്മുടെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ലിപ് ലൈനർ എടുത്തിട്ട് ഒന്നുകൂടി നല്ല ഭംഗിക്ക് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു മാറ്റ് ഫിനിഷിലാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് നിൽക്കുന്നത്. ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ലിപ് ഗ്ലോസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല, കാരണം ഞാൻ ഈ ലിപ് ഗ്ലോസും കാര്യങ്ങളൊക്കെ തിന്നും. അതുകൊണ്ട് ഞാൻ ലിപ് ഗ്ലോസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് നൗ ഐ എം ഗോയിങ് ടു പുട്ട് ലിപ് ഗ്ലോസ്. ജസ്റ്റ് ഡബ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ചുണ്ടുമുള്ളത് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഗുഡ്. നൈസ്. രസമല്ലേ കാണാൻ? രസമുണ്ട്. ഞാൻ വെച്ച് നോക്കുന്നത് കറുത്ത പൊട്ടോ ഗോൾഡൻ പൊട്ടോ ഇട്ടിരിക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ പൊട്ട് നമുക്ക് വെച്ച് നോക്കാം. കാണാമല്ല. കറുത്ത പൊട്ട് വെച്ച് നോക്കാം. നമുക്ക് ഹെയർ ഒന്ന് അയച്ച് നോക്കാം. ഞാൻ ഹെയർ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു വിഷു മേക്കപ്പ് ലുക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇനി നമുക്ക് നമ്മുടെ കമ്മൽ മാറ്റാം. കമ്മലും കൂടി കണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് ലുക്ക് അങ്ങോട്ട് അടിപൊളിയാവും. ഈ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കമ്മൽ എൻ്റെ കയ്യിൽ ഇല്ല ഗൈസ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിനെ മാച്ചായിട്ടുള്ള കമ്മൽ മേടിച്ചതൊക്കെ കുറേ വർഷം മുന്നേ. അതൊക്കെ പൊട്ടിപ്പോയി. നമ്മുടെ കമ്മൽ കളക്ഷൻ്റെ ഒരു വീഡിയോ നമ്മൾ അഗെയിൻ ഇടുന്നുണ്ട്. കാരണം കുറച്ച് പുതിയ അപ്ഡേഷൻസ്, നമ്മുടെ കമ്മലുകൾ പുതിയ കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ ഞാൻ കുറേ മുന്നേ നമ്മുടെ ഇയറിങ്സ് കളക്ഷൻസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 1 വർഷം മുന്നേ. നമുക്കൊന്നും കൂടി വീഡിയോ ഇടാം. സോ നമുക്കിതാ ഈ ഒരു കമ്മലിട്ട് കൊടുക്കാം. ഇതാണ് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവിടെ പോയി നോക്കിയതിൽ കാണാനില്ല. മുടി കാരണം കമ്മലും കാണില്ല സത്യം പറഞ്ഞ. എന്താ പറയാ, ഐ ആം എ പേഴ്സൺ ഹു ഈസ് അഡോറിങ് മൈ സെൽഫ്. എല്ലാവരും അങ്ങനെയായിരിക്കാം, മിക്ക ആൾക്കാരും അങ്ങനെയായിരിക്കാം. ചിലർക്ക് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവില്ല. അതായത് നമുക്ക് സ്വയം നമ്മളെന്ത് ചെയ്താലും ഒരു 10 ആൾക്കാരോട് നമ്മൾ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മളതിൽ അടിപൊളിയാണെന്ന് നമുക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഉണ്ടാവേണ്ട ഒരു റീസൺ എന്ന് പറയുന്നത്. സോ മുന്നേ കണ്ടിരുന്ന ലുക്കിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു സട്ടിൽ മേക്കപ്പ് ചെയ്തിട്ട് ഈ ഒരു ലുക്കിലേക്ക് എത്തി. ബട്ട് ഐ ഫോർഗോട്ട് എ തിങ്, ദാറ്റ് ഈസ് എ മസ്കാര മറന്നുപോയി ഗൈസ്. മസ്കാര കൂടി ഇട്ട് കൊടുക്കാം. അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ വിയർപ്പൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അണ്ടർ നോസിൻ്റെ അല്ലെങ്കിൽ ചുണ്ടിൻ്റെ മേലെ കാണുന്ന ഒരു വിയർപ്പിൻ്റെ കണികകൾ. ഹൗ ഈസ് ഇറ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ലുക്കിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക.
അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദിസ് ലുക്ക്. വാ, അത്രയുള്ള ഗൈസ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഗൈസ്. ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.